വെളിപ്പാട് 11:11. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്നു. അവർ കാൽ ഊന്നി നിന്നു. അവരെ കണ്ടവർ ഭയപരവശരായിത്തീർന്നു. പല കാലങ്ങളിലായി ദൈവം തൻ്റെ സന്ദേശം അറിയിക്കാനും മഹത്വം വെളിപ്പെടുത്താനും പല മനുഷ്യരെയും ഉപയോഗിച്ചിട്ടുണ്ട്. ചിലരെ അസാധാരണമായ ശക്തിയോടെയും വീര്യപ്രവൃത്തികൾ ചെയ്യാനും ഉപയോഗിച്ചിട്ടുണ്ട്. ബൈബിളിലെ പഴയ നിയമത്തിൽ മോശയെ ദൈവം ഉപയോഗിച്ചത് ഉദാഹരണമാണ്. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ അനേക രോഗികളെ സൗഖ്യമാക്കിയതും അത്ഭുത പ്രവൃത്തികൾ ചെയ്തതും കാണാം. ദൈവത്തിന് ഏതൊരു വ്യക്തിയെയും ഏത് കാലത്തിലും തനിക്കിഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാൻ കഴിയും. വാസ്തവത്തിൽ ദൈവം ഇന്നും തനിക്ക് ഉപയോഗിക്കാൻ സമർപ്പിതരായ വ്യക്തികളെ അന്വേഷിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ മഹാകോപം ഭൂമിയിൽ വെളിപ്പെടുന്ന കാലയളവിൽ അസാധാരണ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ 2 പേരെ ഉപയോഗിക്കുന്നതാണ് ഈ ഭാഗത്ത് കാണുന്നത്. തങ്ങളുടെ വായിൽ നിന്ന് തീ പുറപ്പെടുവിച്ച് ശത്രുക്കളെ ദഹിപ്പിക്കുക, മഴ പെയ്യാതെ ആകാശം അടയ്ക്കുക, വെള്ളത്തെ രക്തമാക്കുക, ഭൂമിയെ ബാധകൾ കൊണ്ട് ദണ്ഡിപ്പിക്കുക തുടങ്ങിയുള്ള മഹാപ്രവൃത്തികൾ ചെയ്യാൻ ദൈവം അവർക്ക് അധികാരം കൊടുക്കും. അവരുടെ ശുശ്രൂഷ തികയ്ക്കുന്നത് വരെ ആരും തടയാതിരിക്കാനാണ് ഈ കഠിനമെന്ന് തോന്നുന്ന അധികാരം ഉപയോഗിക്കാൻ വരം കൊടുത്തിരിക്കുന്നത്. 3.5 വർഷമാണ് അവരുടെ ശുശ്രൂഷ കാലയളവ്. അത് കഴിയുമ്പോൾ അവർ രക്തസാക്ഷികളാകും. അവരെ അടക്കം ചെയ്യാൻ അനുവദിക്കാതെ തെരുവിൽ ശരീരം പൊതുക്കാഴ്ചയായി അനാഥമായി കിടക്കും. ഭൂമിയിലുള്ള സകല മനുഷ്യരും അവരുടെ ശവശരീരം 3.5 ദിവസം കാണുമെന്ന് 2000 വർഷം മുന്നേ എഴുതിയപ്പോൾ ഇന്നത്തെ തത്സമയ കാഴ്ച ലോകത്തെവിടെയും ഇരുന്ന് കാണാനുള്ള സാങ്കേതിക വിദ്യ ഇല്ലായിരുന്നു. ഇന്ന് ഇത് വായിക്കുന്ന നമുക്ക് എങ്ങനെ ഇത് സാധ്യമാകുമെന്ന് ചിന്തിക്കേണ്ടതേയില്ല. എന്നാൽ അവരുടെ ശരീരം 3.5 ദിവസം കഴിയുമ്പോൾ അവർ ജീവൻ പ്രാപിച്ച് എഴുന്നേൽക്കുമെന്നാണ് ഈ വാക്യം പറയുന്നത്. മാത്രമല്ല, അവർ സ്വർഗാരോഹണം ചെയ്യും. ദൈവത്തിൻ്റെ കരം ഒരു നാളും കുറുകിപ്പോവുകയില്ല. ഇന്നും ദൈവത്തിന് തന്റെ ദാസരായ നമ്മെ ഉപയോഗിക്കാൻ കഴിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.